ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്നൊരു റമദാൻ സ്പെഷ്യൽ ചട്ടിപ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഒരു 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകെല്ലാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ മസാലയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ അട്ടിപ്പത്തിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ മൈദപ്പൊടി കൊണ്ടുള്ള ദോശ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ബാറ്റർ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് വെള്ളമൊഴിച്ച് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ദോശക്കുള്ള മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഓരോ ദോശയായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 4 മുട്ട, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ ചുട്ടെടുത്ത ദോശ ഓരോന്നായി എടുത്ത് മുട്ടയിൽ മുക്കി ഇതിലേക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ എല്ലാ ദോശയും ഞാൻ ഇതുപോലെ മുട്ടയിൽ മുക്കി മസാലയും കൂടി ഫില്ല് ചെയ്ത് ബാക്കിയുള്ള മുട്ട ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഇതാ ഒരു 25 മിനിറ്റിന് ശേഷം ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു പാനിലേക്ക് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ലൊരു അടിപൊളി ചട്ടിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.